ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് പ്രഭാഷകൻ്റെ പുസ്തകം 45-ാം അധ്യായത്തിൻ്റെ മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളും വിത്ത് ഓപ്ഷൻസ് ആയിരിക്കും. ഓൾമോസ്റ്റ് ഒരു 100 ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. സോ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. പ്രഭാഷകന്റെ പുസ്തകം 45-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളാണ് ഉള്ളത്? ഓപ്ഷൻസ് 26, 28, 30. ഉത്തരം 26. പ്രഭാഷകന്റെ പുസ്തകം 45-ാം അധ്യായത്തിൽ പറയുന്ന ആദ്യത്തെ വ്യക്തി ആര്? ഓപ്ഷൻസ് കാലേബ്, മോശ, അഹറോൻ. ഉത്തരം മോശ. ആരുടെ സന്തതികളിൽ നിന്നാണ് കർത്താവ് ഒരുവനെ ഉയർത്തിയത്? ഓപ്ഷൻസ് അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്. ഉത്തരം യാക്കോബ്. യാക്കോബിന്റെ സന്തതികളിൽ നിന്ന് എപ്രകാരമുള്ള ഒരുവനെയാണ് കർത്താവ് ഉയർത്തിയത്? ഓപ്ഷൻസ് വിശ്വസ്തനായ, കാരുണ്യവാനായ, സൗമ്യനായ. ഉത്തരം കാരുണ്യവാനായ. കർത്താവ് ഉയർത്തിയ കാരുണ്യവാനായ അവൻ ജനത്തിന് എന്തായിരുന്നുവെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഓപ്ഷൻസ് പ്രിയങ്കരൻ, വിശ്വസ്തൻ, സുസമ്മതൻ. ഉത്തരം സുസമ്മതൻ. ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും എന്തിനാണ് കർത്താവ് തിരഞ്ഞെടുത്തവൻ പാത്രമായത്? ഓപ്ഷൻസ് പ്രീതിക്ക്, വിശ്വാസത്തിന്, സ്നേഹത്തിന്. ഉത്തരം പ്രീതിക്ക്. അവനത്ര ഭാഗ്യസ്മരണാർഹനായ ഡാഷ്. വചനഭാഗം പൂരിപ്പിക്കുക. ഓപ്ഷൻസ് മനുഷ്യൻ, മോശ, ദാസൻ. ഉത്തരം മോശ. കർത്താവ് മോശയെ ആർക്ക് സമനാക്കിയതായാണ് പ്രഭാഷകൻ 45:2 പറയുന്നത്? ഓപ്ഷൻസ് രാജാക്കന്മാർക്ക്, പ്രവാചകന്മാർക്ക്, ദൈവദൂതന്മാർക്ക്. ഉത്തരം ദൈവദൂതന്മാർക്ക്. കർത്താവ് മോശയെ എന്തിലാണ് ദൈവദൂതന്മാർക്ക് സമനാക്കിയത്? ഓപ്ഷൻസ് ശക്തിയിൽ, മഹത്വത്തിൽ, കാരുണ്യത്തിൽ. ഉത്തരം മഹത്വത്തിൽ. ശത്രുക്കൾക്ക് ഭയകാരണമാകത്തക്ക വിധം കർത്താവ് മോശയെ എന്താണ് ചെയ്തത്? ഓപ്ഷൻസ് ഉന്നതനാക്കി, മഹത്വപ്പെടുത്തി, ശക്തനാക്കി. ഉത്തരം ശക്തനാക്കി. മോശ അപേക്ഷിച്ചപ്പോൾ കർത്താവ് എന്താണ് പിൻവലിച്ചത്? ഓപ്ഷൻസ് മഹാമാരി, അടയാളങ്ങൾ, ശത്രുത. ഉത്തരം അടയാളങ്ങൾ. ആരുടെ സന്നിധിയിലാണ് കർത്താവ് മോശയെ സമുന്നതനാക്കിയത്? ഓപ്ഷൻസ് ന്യായാധിപന്മാരുടെ, ഗോത്രപിതാക്കന്മാരുടെ, രാജാക്കന്മാരുടെ. ഉത്തരം രാജാക്കന്മാരുടെ. കർത്താവ് തൻ്റെ ജനത്തിനു വേണ്ടിയുള്ള എന്താണ് മോശയെ ഏൽപ്പിച്ചത്? ഓപ്ഷൻസ് കൽപ്പനകൾ, നിയമങ്ങൾ, വാഗ്ദാനങ്ങൾ. ഉത്തരം കൽപ്പനകൾ. തൻ്റെ ഭാഗികമായ എന്താണ് കർത്താവ് മോശയ്ക്ക് നൽകിയത്? ഓപ്ഷൻസ് ശക്തി, മഹത്വം, ദർശനം. ഉത്തരം ദർശനം. തൻ്റെ എന്തിൻ്റെ ഭാഗികമായ ദർശനമാണ് കർത്താവ് മോശയ്ക്ക് നൽകിയത്? ഓപ്ഷൻസ് ശക്തിയുടെ, മഹത്വത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ. ഉത്തരം മഹത്വത്തിൻ്റെ. കർത്താവ് മോശയെ എന്തു ചെയ്തതായാണ് പ്രഭാഷകൻ 45:4 പറയുന്നത്? ഓപ്ഷൻസ് പവിത്രീകരിച്ചു, നവീകരിച്ചു, വിശുദ്ധീകരിച്ചു. ഉത്തരം വിശുദ്ധീകരിച്ചു. വിശ്വസ്തതയും മറ്റെന്തും കൊണ്ടാണ് കർത്താവ് മോശയെ വിശുദ്ധീകരിച്ചത്? ഓപ്ഷൻസ് കാരുണ്യവും, സൗമ്യതയും, ശാന്തതയും. ഉത്തരം സൗമ്യതയും. എല്ലാ എന്തിൻ്റെയും ഇടയിൽ നിന്നാണ് കർത്താവ് മോശയെ തിരഞ്ഞെടുത്തത്? ഓപ്ഷൻസ് ഗോത്രങ്ങളുടെയും, ജനതകളുടെയും, മർത്യകുലത്തിൻ്റെയും. ഉത്തരം ജനതകളുടെയും.
തൻ്റെ എന്താണ് കർത്താവ് മോശയെ കേൾപ്പിച്ചത്? ഓപ്ഷൻസ്: സ്വരം, കൽപ്പനകൾ, മാർഗനിർദ്ദേശങ്ങൾ. ഉത്തരം: സ്വരം. ഇരുണ്ട എവിടേക്കാണ് കർത്താവ് മോശയെ നയിച്ചത്? ഓപ്ഷൻസ്: മേഘങ്ങൾക്കിടയിലേക്ക്, ആകാശത്തിലേക്ക്, മേഘങ്ങൾക്കുള്ളിലേക്ക്. ഉത്തരം: മേഘങ്ങൾക്കുള്ളിലേക്ക്. എപ്രകാരമാണ് കർത്താവ് മോശയ്ക്ക് കൽപ്പനകളും നിയമങ്ങളും നൽകിയത്? ഓപ്ഷൻസ്: നേർക്കുനേർ, മുഖാഭിമുഖം, മുൻപിൽ നിന്ന്. ഉത്തരം: മുഖാഭിമുഖം. ജീവന്റെയും മറ്റെന്തിൻ്റെയും നിയമമാണ് കർത്താവ് മോശയ്ക്ക് നൽകിയത്? ഓപ്ഷൻസ്: വിജ്ഞാനത്തിൻ്റെയും, മരണത്തിൻ്റെയും, അനുസരണത്തിൻ്റെയും. ഉത്തരം: വിജ്ഞാനത്തിൻ്റെയും. യാക്കോബിനെ തൻ്റെ എന്ത് അഭ്യസിപ്പിക്കുന്നതിനു വേണ്ടിയാണ് കർത്താവ് മോശയ്ക്ക് കൽപ്പനകളും നിയമങ്ങളും നൽകിയത്? ഓപ്ഷൻസ്: വാഗ്ദാനം, ഉടമ്പടി, വിശ്വസ്തത. ഉത്തരം: ഉടമ്പടി. ആരെ തൻ്റെ നീതി അഭ്യസിപ്പിക്കേണ്ടതിനു വേണ്ടിയാണ് കർത്താവ് മോശയ്ക്ക് കൽപ്പനകളും നിയമങ്ങളും നൽകിയത്? ഓപ്ഷൻസ്: അബ്രഹാമിനെ, ലേവ്യരെ, ഇസ്രായേലിനെ. ഉത്തരം: ഇസ്രായേലിനെ. അഹറോൻ ഏത് ഗോത്രക്കാരനായിരുന്നു? ഓപ്ഷൻസ്: റൂബൻ, ലേവി, യൂദ. ഉത്തരം: ലേവി. ആരുടെ സഹോദരനായിരുന്നു അഹറോൻ? ഓപ്ഷൻസ്: യാക്കോബ്, ലേവി, മോശ. ഉത്തരം: മോശ. മോശയെ പോലെ തന്നെ എപ്രകാരമുള്ള അഹറോനെയാണ് കർത്താവ് ഉയർത്തിയത്? ഓപ്ഷൻസ്: വിശുദ്ധനായ, വിശ്വസ്തനായ, സൗമ്യനായ. ഉത്തരം: വിശുദ്ധനായ. കർത്താവ് അഹറോനുമായി നിത്യമായ എന്താണ് ചെയ്തത്? ഓപ്ഷൻസ്: വാഗ്ദാനം, ഉടമ്പടി, ആത്മബന്ധം. ഉത്തരം: ഉടമ്പടി. കർത്താവ് അഹറോന് ജനത്തിൻ്റെ എന്താണ് നൽകിയത്? ഓപ്ഷൻസ്: അവകാശം, പൗരോഹിത്യം, വിശ്വാസം. ഉത്തരം: പൗരോഹിത്യം. വിശിഷ്ടമായ എന്തുകൊണ്ടാണ് കർത്താവ് അഹറോനെ അനുഗ്രഹിച്ചത്? ഓപ്ഷൻസ്: മുദ്ര കൊണ്ട്, വാഗ്ദാനം കൊണ്ട്, തിരുവസ്ത്രങ്ങൾ കൊണ്ട്. ഉത്തരം: തിരുവസ്ത്രങ്ങൾ കൊണ്ട്. മഹിമയേറിയ എന്താണ് കർത്താവ് അഹറോനെ അണിയിച്ചത്? ഓപ്ഷൻസ്: തിരുവസ്ത്രം, ഏഫോദ്, മേലങ്കി. ഉത്തരം: മേലങ്കി. എന്തിൻ്റെ പൂർണ്ണതയാണ് കർത്താവ് അഹറോനെ അണിയിച്ചത്? ഓപ്ഷൻസ്: മഹത്വത്തിൻ്റെ, മഹിമയുടെ, വിശുദ്ധിയുടെ. ഉത്തരം: മഹിമയുടെ. എന്ത് നൽകിയാണ് കർത്താവ് അഹറോനെ ശക്തനാക്കിയത്? ഓപ്ഷൻസ്: അധികാര ചിഹ്നങ്ങൾ, അധികാര മുദ്രകൾ, ആത്മീയ മുദ്രകൾ. ഉത്തരം: അധികാര ചിഹ്നങ്ങൾ. കർത്താവ് നൽകിയതായി പ്രഭാഷകൻ 45:8 പറയുന്ന ഒന്നാമത്തെ കാര്യം എന്ത്? ഓപ്ഷൻസ്: മേലങ്കി, ഏഫോദ്, കാൽച്ചട്ട. ഉത്തരം: കാൽച്ചട്ട. നീണ്ട അങ്കിയോടൊപ്പം കർത്താവ് അഹറോന് നൽകിയതായി പറയുന്നത് എന്ത്? ഓപ്ഷൻസ്: അരപ്പട്ട, ഏഫോദ്, തലപ്പാവ്. ഉത്തരം: ഏഫോദ്. അങ്കിക്ക് ചുറ്റും തുന്നിച്ചേർത്തതായി പ്രഭാഷകൻ ആദ്യം പറയുന്ന വസ്തു എന്ത്? ഓപ്ഷൻസ്: മണികൾ, കടും ചുമപ്പ് നൂല്, മാതള നാരങ്ങ. ഉത്തരം: മാതള നാരങ്ങ. നടക്കുമ്പോൾ ശബ്ദമുണ്ടാക്കാൻ അങ്കിക്ക് ചുറ്റും ധാരാളമായി എന്താണ് തുന്നിച്ചേർക്കപ്പെട്ടത്? ഓപ്ഷൻസ്: മണികൾ, സ്വർണമണികൾ, വെള്ളിമണികൾ. ഉത്തരം: സ്വർണമണികൾ. എവിടെ തൻ്റെ ആഗമനത്തെ അറിയിക്കാനാണ് അങ്കിക്ക് ചുറ്റും ധാരാളമായി സ്വർണമണികൾ തുന്നിച്ചേർക്കപ്പെട്ടത്? ഓപ്ഷൻസ്: സമാഗമ കൂടാരത്തിൽ, വിശുദ്ധ സ്ഥലത്ത്, ദേവാലയത്തിൽ. ഉത്തരം: ദേവാലയത്തിൽ. താഴെ പറയുന്നവയിൽ വിശുദ്ധ വസ്ത്രത്തിൽ കലരാത്ത നിറമേത്? ഓപ്ഷൻസ്: സ്വർണ്ണനിറം, നീലനിറം, പച്ചനിറം.
ഉത്തരം പച്ച നിറം. സ്വർണ നീല ധൂമ്രവർണം കലർന്ന ഡാഷോട് കൂടിയ വിശുദ്ധ വസ്ത്രം അവിടുന്ന് അവനെ അണിയിച്ചു. വചനഭാഗം പൂരിപ്പിക്കുക. ഓപ്ഷൻസ്: വർണ്ണങ്ങളോട് കൂടിയ, കരവിരുതോടു കൂടിയ, ചിത്രപ്പണികളോട് കൂടിയ. ഉത്തരം ചിത്രപ്പണികളോട് കൂടിയ. ഉറീമിനോടൊപ്പം കർത്താവ് അഹറോനെ അണിയിച്ച മറ്റൊരു വസ്തു എന്ത്? ഓപ്ഷൻസ്: തോറ, തുമീം, തോൾവാർ. ഉത്തരം തുമീം. കരവിരുതോടെ പിരിച്ചെടുത്ത എന്ത് നൂലിനെ കുറിച്ചാണ് പ്രഭാഷകൻ പറയുന്നത്? ഓപ്ഷൻസ്: സ്വർണ്ണനൂൽ, ധൂമ്രനൂൽ, കടും ചുമപ്പ് നൂൽ. ഉത്തരം കടും ചുമപ്പ് നൂൽ. ആരുടെ ഗോത്രങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഓപ്ഷൻസ്: റൂബൻ, ഇസ്രായേൽ, ലേവി. ഉത്തരം ഇസ്രായേൽ. പ്രഭാഷകൻ 45:11 കർത്താവ് അഹറോനെ അണിയിച്ചതായി പറയുന്നത് എന്ത്? ഓപ്ഷൻസ്: കവചം, ചട്ട, സ്വർണഫലകം. ഉത്തരം സ്വർണഫലകം. ലിഖിതങ്ങൾ കൊത്തിയ എന്ത് പതിപ്പിച്ച സ്വർണഫലകമാണ് കർത്താവ് അഹറോനെ അണിയിച്ചത്? ഓപ്ഷൻസ്: കല്ലുകൾ, രത്നങ്ങൾ, വജ്രങ്ങൾ. ഉത്തരം രത്നങ്ങൾ. സ്വർണപ്പണിക്കാരൻ എന്തിൽ എന്ന പോലെ ലിഖിതങ്ങൾ കൊത്തിയ രത്നങ്ങളാണ് സ്വർണഫലകത്തിൽ പതിപ്പിച്ചത്? ഓപ്ഷൻസ്: പടച്ചട്ടയിൽ, തലപ്പാവിൽ, മുദ്രമോതിരത്തിൽ. ഉത്തരം മുദ്രമോതിരത്തിൽ. അഹറോന്റെ തലപ്പാവിൽ എന്തുകൊണ്ടുള്ള കിരീടമാണ് കർത്താവ് അണിയിച്ചിരുന്നത്? ഓപ്ഷൻസ്: സ്വർണം, മരതകം, വജ്രം. ഉത്തരം സ്വർണം. അഹറോന്റെ കിരീടത്തിൽ എന്താണ് ഒരു മുദ്രയിലെന്ന പോലെ കൊത്തിയിരുന്നത്? ഓപ്ഷൻസ്: മഹത്വം, വിശുദ്ധി, അധികാരം. ഉത്തരം വിശുദ്ധി. അഹറോന്റെ കിരീടം ആരുടെ കരചാതുരിയാണ് പ്രകടമാക്കുന്നത്? ഓപ്ഷൻസ്: പ്രഗത്ഭന്റെ, സ്വർണപ്പണിക്കാരന്റെ, വിദഗ്ധന്റെ. ഉത്തരം വിദഗ്ധന്റെ. വിദഗ്ധന്റെ കരചാതുരി പ്രകടമാക്കുന്ന അത് നയനാനന്ദകരവും ശ്രേഷ്ഠവും ഡാഷുമാണ്. വചനഭാഗം പൂരിപ്പിക്കുക. ഓപ്ഷൻസ്: അഭികാമ്യവും, അലങ്കൃതവും, അമൂല്യവും. ഉത്തരം അലങ്കൃതവും. അഹറോന്റെ എന്തിനു മുൻപാണ് അത്ര മനോഹരമായ വസ്തുക്കൾ ഒരിക്കലും ഉണ്ടായിരുന്നിട്ടില്ലാത്തത്? ഓപ്ഷൻസ്: തലമുറയ്ക്ക്, ജനനത്തിന്, കാലത്തിന്. ഉത്തരം കാലത്തിന്. അത്ര മനോഹരമായ വസ്തുക്കൾ അണിഞ്ഞിട്ടില്ലാത്തതായി പ്രഭാഷകൻ പറയുന്നത് ആരെക്കുറിച്ചാണ്? ഓപ്ഷൻസ്: ജനങ്ങൾ, ഗോത്രക്കാർ, അന്യർ. ഉത്തരം അന്യർ. അവൻ്റെ മക്കളും ഡാഷും എക്കാലവും അത് ധരിച്ചു. വചനഭാഗം പൂരിപ്പിക്കുക. ഓപ്ഷൻസ്: പിൻഗാമികളും, തലമുറക്കാരും, മക്കളുടെ മക്കളും. ഉത്തരം പിൻഗാമികളും. എല്ലാ ദിവസവും എത്ര പ്രാവശ്യമാണ് അഹറോന്റെ ഹോമബലി ദഹിപ്പിക്കപ്പെടുന്നത്? ഓപ്ഷൻസ്: 3 പ്രാവശ്യം, 2 പ്രാവശ്യം, 1 പ്രാവശ്യം. ഉത്തരം 2 പ്രാവശ്യം. ആരാണ് അഹറോനെ വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേചിച്ച് നിയോഗിച്ചത്? ഓപ്ഷൻസ്: കർത്താവ്, ഗോത്രപിതാവ്, മോശ. ഉത്തരം മോശ. അഹറോനും അവൻ്റെ പിൻഗാമികൾക്കും എന്തുപോലെ നിത്യമായൊരു ഉടമ്പടിയാണ് കർത്താവ് നൽകിയത്? ഓപ്ഷൻസ്: സ്വർഗം പോലെ, ആകാശം പോലെ, പറുദീസ പോലെ. ഉത്തരം ആകാശം പോലെ. ആർക്ക് ശുശ്രൂഷ ചെയ്യുവാനുള്ള ഉടമ്പടിയാണ് അഹറോനും അവൻ്റെ പിൻഗാമികൾക്കും ലഭിച്ചത്? ഓപ്ഷൻസ്: പിതാവിന്, കർത്താവിന്, അത്യുന്നതന്. ഉത്തരം കർത്താവിന്. എന്ത് അനുഷ്ഠിക്കുവാൻ വേണ്ടിയുള്ള ഉടമ്പടിയാണ് അഹറോനും അവൻ്റെ പിൻഗാമികൾക്കും ലഭിച്ചത്? ഓപ്ഷൻസ്: വിശുദ്ധ ശുശ്രൂഷ, പുരോഹിത ധർമ്മം, ഹോമബലി. ഉത്തരം പുരോഹിത ധർമ്മം. അവിടുത്തെ നാമത്തിൽ
തൻ്റെ ജനത്തെ എന്ത് ചെയ്യുവാൻ വേണ്ടിയുള്ള ഉടമ്പടിയാണ് അഹറോനും അവൻ്റെ പിൻഗാമികൾക്കും ലഭിച്ചത്? ഓപ്ഷൻസ്: ആശീർവദിക്കാൻ, അനുഗ്രഹിക്കാൻ, പഠിപ്പിക്കാൻ. ഉത്തരം: ആശീർവദിക്കാൻ. കർത്താവ് അഹറോനെ എവിടെ നിന്നാണ് തിരഞ്ഞെടുത്തത്? ഓപ്ഷൻസ്: ജനങ്ങളുടെ ഇടയിൽ നിന്ന്, മർത്യകുലത്തിൽ നിന്ന്, മാനവകുലത്തിൽ നിന്ന്. ഉത്തരം: മാനവകുലത്തിൽ നിന്ന്. ജനത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി കർത്താവിന് എന്ത് അർപ്പിക്കുന്നതിന് വേണ്ടിയാണ് അവിടുന്ന് അവനെ തിരഞ്ഞെടുത്തത്? ഓപ്ഷൻസ്: ഹോമബലി ചെയ്യുന്നതിന്, കാളകളെ അർപ്പിക്കുന്നതിന്, ബലി അർപ്പിക്കുന്നതിന്. ഉത്തരം: ബലി അർപ്പിക്കുന്നതിന്. സ്മരണാംശമായി കുന്തിരിക്കത്തോടൊപ്പം മറ്റെന്തർപ്പിക്കുന്നതിന് വേണ്ടിയാണ് അവിടുന്ന് അവനെ തിരഞ്ഞെടുത്തത്? ഓപ്ഷൻസ്: പരിമളദ്രവ്യങ്ങൾ, സുഗന്ധദ്രവ്യങ്ങൾ, സുരഭില വസ്തുക്കൾ. ഉത്തരം: സുഗന്ധദ്രവ്യങ്ങൾ. കർത്താവ് അഹറോന് കൊടുത്തതായി പ്രഭാഷകൻ 45:17 പറയുന്ന രണ്ടാമത്തെ കാര്യം എന്ത്? ഓപ്ഷൻസ്: നിയമങ്ങൾ, കൽപ്പനകൾ, അധികാരങ്ങൾ. ഉത്തരം: നിയമങ്ങൾ. എന്തിനുള്ള അധികാരമാണ് കർത്താവ് അഹറോന് കൊടുത്തത്? ഓപ്ഷൻസ്: ആശീർവദിക്കുവാൻ, ശിക്ഷിക്കുവാൻ, വിധി പ്രസ്താവിക്കുവാൻ. ഉത്തരം: വിധി പ്രസ്താവിക്കുവാൻ. തൻ്റെ പ്രമാണങ്ങൾ ആരെ പഠിപ്പിക്കുന്നതിനു വേണ്ടിയാണ് കർത്താവ് അഹറോന് ഇവയെല്ലാം നൽകിയത്? ഓപ്ഷൻസ്: മക്കളെ, യാക്കോബിനെ, എലയാസറിനെ. ഉത്തരം: യാക്കോബിനെ. തൻ്റെ നിയമങ്ങളാൽ ഇസ്രായേലിന് എന്ത് നൽകുന്നതിന് വേണ്ടിയാണ് കർത്താവ് അഹറോന് ഇവയെല്ലാം നൽകിയത്? ഓപ്ഷൻസ്: മഹിമ, അനുഗ്രഹം, മാർഗനിർദ്ദേശം. ഉത്തരം: മാർഗനിർദ്ദേശം. ദാത്താനോടൊപ്പം മറ്റാരും അവരുടെ അനുയായികളുമാണ് അന്യഗോത്രക്കാരുടെ കൂട്ടത്തിൽ പെടുന്നത്? ഓപ്ഷൻസ്: അബിമലേഖ്, അമലേഖ്, അബിറാം. ഉത്തരം: അബിറാം. ആരുടെ സംഘം ഉൾപ്പെട്ട അന്യഗോത്രക്കാരാണ് കോപാക്രാന്തരായത്? ഓപ്ഷൻസ്: കെബർ, കെം, കോറഹ്. ഉത്തരം: കോറഹ്. അന്യഗോത്രക്കാർ കോപാക്രാന്തരായി അഹറോനെതിരെ എന്താണ് നടത്തിയത്? ഓപ്ഷൻസ്: ഒളിപ്പോര്, ഗൂഢാലോചന, യുദ്ധം. ഉത്തരം: ഗൂഢാലോചന. അന്യഗോത്രക്കാർ കോപാക്രാന്തരായി അഹറോനെതിരെ എവിടെ വെച്ചാണ് അസൂയാലുക്കളായത്? ഓപ്ഷൻസ്: ജോർദാൻ നദിക്കടവിൽ, യൂദായിൽ, മരുഭൂമിയിൽ. ഉത്തരം: മരുഭൂമിയിൽ. ആരാണ് അന്യഗോത്രക്കാരുടെ പ്രവർത്തനങ്ങൾ കണ്ട് കോപിച്ചത്? ഓപ്ഷൻസ്: മോശ, കർത്താവ്, അഹറോൻ. ഉത്തരം: കർത്താവ്. കർത്താവിൻ്റെ എന്തിലാണ് അവർ നശിച്ചുപോയത്? ഓപ്ഷൻസ്: ക്രോധത്തിൽ, ശിക്ഷയിൽ, കോപത്തിൽ. ഉത്തരം: ക്രോധത്തിൽ. കർത്താവ് കോപാക്രാന്തരായ അന്യഗോത്രക്കാർക്കെതിരെ എന്ത് പ്രവർത്തിച്ചു എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഓപ്ഷൻസ്: കരബലം, ശിക്ഷാവിധി, അത്ഭുതം. ഉത്തരം: അത്ഭുതം. എന്തിൽ അവരെ ദഹിപ്പിക്കേണ്ടതിനാണ് കർത്താവ് അവർക്കെതിരെ അത്ഭുതം പ്രവർത്തിച്ചത്? ഓപ്ഷൻസ്: തീയാൽ, ജ്വലിക്കുന്ന അഗ്നിയാൽ, പ്രതികാരത്താൽ. ഉത്തരം: ജ്വലിക്കുന്ന അഗ്നിയാൽ. കർത്താവ് അഹറോന്റെ എന്ത് വർദ്ധിപ്പിച്ചതായാണ് പ്രഭാഷകൻ 45:20 പറയുന്നത്? ഓപ്ഷൻസ്: മഹിമ, പ്രതാപം, മഹത്വം. ഉത്തരം: മഹത്വം. കർത്താവ് അഹറോന്റെ മഹത്വം വർദ്ധിപ്പിച്ച് അവന് എന്താണ് നൽകിയത്? ഓപ്ഷൻസ്: പൗരോഹിത്യം, പ്രത്യേക അവകാശം, ഓഹരി. ഉത്തരം: പ്രത്യേക അവകാശം. അതിവിശിഷ്ടമായ എന്താണ് കർത്താവ് അഹറോന് അനുവദിച്ചു കൊടുത്തത്? ഓപ്ഷൻസ്: തിരുവസ്ത്രം, അധികാരം, ആദ്യഫലങ്ങൾ. ഉത്തരം: ആദ്യഫലങ്ങൾ. ആദ്യഫലങ്ങൾ കൊണ്ടുള്ള എന്താണ് കർത്താവ് അഹറോന് ധാരാളമായി നൽകിയത്?
ഓപ്ഷൻസ്: അപ്പം, ഭക്ഷണം, ആഹാരം. ഉത്തരം: അപ്പം. കർത്താവിന് നൽകിയ എന്താണ് അഹറോനും അവൻ്റെ പിൻഗാമികളും ഭക്ഷിക്കുന്നത്? ഓപ്ഷൻസ്: കാഴ്ചവസ്തുക്കൾ, ആദ്യഫലങ്ങൾ, ബലിവസ്തുക്കൾ. ഉത്തരം: ബലിവസ്തുക്കൾ. എവിടെയാണ് അഹറോന് യാതൊരു അവകാശവും ഓഹരിയും ഉണ്ടാകാതിരുന്നത്? ഓപ്ഷൻസ്: ഇസ്രായേലിൽ, ദേശത്ത്, ഗോത്രങ്ങൾക്കിടയിൽ. ഉത്തരം: ദേശത്ത്. എന്തുതന്നെയാണ് അഹറോന്റെ അവകാശവും ഓഹരിയുമായിരുന്നത്? ഓപ്ഷൻസ്: പൗരോഹിത്യം, കർത്താവ്, വിശേഷവസ്ത്രം. ഉത്തരം: കർത്താവ്. ആരുടെ പുത്രനാണ് ഫിനെഹാസ്? ഓപ്ഷൻസ്: ലാമെക്, സിപ്പോറ, എലയാസർ. ഉത്തരം: എലയാസർ. എലയാസറിന്റെ പുത്രൻ ഫിനെഹാസിന് മഹത്വത്തിന്റെ എത്രാം സ്ഥാനമാണുള്ളത്? ഓപ്ഷൻസ്: 1, 2, 3. ഉത്തരം: 3. ഫിനെഹാസ് എന്തിൽ തീഷ്ണതയുള്ളവനായിരുന്നു എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഓപ്ഷൻസ്: ദൈവഭക്തിയിൽ, വിശ്വസ്തതയിൽ, ആത്മാവിൽ. ഉത്തരം: ദൈവഭക്തിയിൽ. ജനം എന്ത് ചെയ്തപ്പോഴും ഫിനെഹാസ് ഉറച്ചു നിന്നു എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഓപ്ഷൻസ്: പാപം ചെയ്തപ്പോഴും, വഴിതെറ്റിയപ്പോഴും, അന്യദേവന്മാരെ വണങ്ങിയപ്പോഴും. ഉത്തരം: വഴിതെറ്റിയപ്പോഴും. ഫിനെഹാസ് ആരുടെ പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിച്ചതായാണ് പ്രഭാഷകൻ പറയുന്നത്? ഓപ്ഷൻസ്: ഇസ്രായേലിൻ്റെ, ജനങ്ങളുടെ, മാനവകുലത്തിൻ്റെ. ഉത്തരം: ഇസ്രായേലിൻ്റെ. ഫിനെഹാസ് തൻ്റെ എന്തിൻ്റെ കർമ്മോന്മുഖമായ നന്മ കൊണ്ടാണ് ഇസ്രായേലിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിച്ചത്? ഓപ്ഷൻസ്: ഹൃദയത്തിൻ്റെ, മനസ്സിൻ്റെ, ആത്മാവിൻ്റെ. ഉത്തരം: ഹൃദയത്തിൻ്റെ. ഫിനെഹാസുമായി എന്ത് ഉറപ്പിക്കപ്പെട്ടതിനെ കുറിച്ചാണ് പ്രഭാഷകൻ 45:24 പറയുന്നത്? ഓപ്ഷൻസ്: നിത്യമായ ഉടമ്പടി, ഉടമ്പടികൾ, സമാധാന ഉടമ്പടി. ഉത്തരം: സമാധാന ഉടമ്പടി. അതിനാൽ അവൻ ഡാഷിൻ്റെയും തൻ്റെ ജനത്തിൻ്റെയും നേതാവായിരിക്കുന്നതിനും. വചനഭാഗം പൂരിപ്പിക്കുക. ഓപ്ഷൻസ്: ഇസ്രായേൽ ദേശത്തിൻ്റെയും, സമാഗമ കൂടാരത്തിൻ്റെയും, വിശുദ്ധ സ്ഥലത്തിൻ്റെയും. ഉത്തരം: വിശുദ്ധ സ്ഥലത്തിൻ്റെയും. അവനും അവൻ്റെ സന്തതികളും എന്തിൻ്റെ മഹിമ എന്നേക്കും അണിയുന്നതിനു വേണ്ടിയാണ് ഫിനെഹാസുമായി ഉടമ്പടി നൽകപ്പെട്ടത്? ഓപ്ഷൻസ്: അധികാരത്തിൻ്റെ, പൗരോഹിത്യത്തിൻ്റെ, പ്രതാപത്തിൻ്റെ. ഉത്തരം: പൗരോഹിത്യത്തിൻ്റെ. യൂദാ ഗോത്രജനായ ആരുടെ പുത്രനുമായാണ് ഒരു ഉടമ്പടി ഉറപ്പിക്കപ്പെട്ടത്? ഓപ്ഷൻസ്: ദാവീദ്, ജസ്സെ, മിറാറി. ഉത്തരം: ജസ്സെ. ഏത് രാജാവിനെ കുറിച്ചാണ് പ്രഭാഷകൻ 45:25 എന്ന വചനഭാഗത്ത് പറയുന്നത്? ഓപ്ഷൻസ്: ദാവീദ്, ജസ്സെ, ഫിനെഹാസ്. ഉത്തരം: ദാവീദ്. രാജാവിൻ്റെ എന്താണ് അവൻ്റെ സന്തതികൾക്ക് മാത്രമായിരിക്കുന്നത്? ഓപ്ഷൻസ്: പിന്തുടർച്ചാവകാശം, പിതൃസ്വത്ത്, രാജപദവി. ഉത്തരം: പിന്തുടർച്ചാവകാശം. രാജാവിൻ്റെ പിന്തുടർച്ചാവകാശം സന്തതികൾക്ക് മാത്രമായിരിക്കുന്നത് പോലെ ഡാഷിൻ്റെ പിന്തുടർച്ചാവകാശം അവൻ്റെ സന്തതികൾക്കാണ്. വചനഭാഗം പൂരിപ്പിക്കുക. ഓപ്ഷൻസ്: അബ്രഹാത്തിൻ്റെ, ഫിനെഹാസിൻ്റെ, അഹറോൻ്റെ. ഉത്തരം: അഹറോൻ്റെ. തൻ്റെ ജനത്തെ എപ്രകാരം വിധിക്കുന്നതിനെക്കുറിച്ചാണ് പ്രഭാഷകൻ 45:26 പറയുന്നത്? ഓപ്ഷൻസ്: അധികാരപൂർവം, നീതിപൂർവം, സ്നേഹപൂർവം. ഉത്തരം: നീതിപൂർവം. ആരെക്കുറിച്ചാണ് പ്രഭാഷകൻ 45:26 പ്രത്യേകമായി സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻസ്:
മോശ, അഹറോൻ, ഫിനേഹാസ്. ഉത്തരം അഹറോൻ. തൻ്റെ ജനത്തെ നീതിപൂർവം വിധിക്കാൻ കർത്താവ് അഹറോനെ എന്തുകൊണ്ട് നിറയ്ക്കട്ടെ എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഓപ്ഷൻസ്: ജ്ഞാനം, ശക്തി, മഹത്വം. ഉത്തരം ജ്ഞാനം. അങ്ങനെ അവരുടെ എന്ത് നശിക്കാതിരിക്കട്ടെ എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഓപ്ഷൻസ്: സത്കീർത്തി, സൽപ്പേര്, ഐശ്വര്യം. ഉത്തരം ഐശ്വര്യം. അവരുടെ എന്ത് നിലനിൽക്കുകയും ചെയ്യട്ടെ എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഓപ്ഷൻസ്: വിവേകം, മഹത്വം, മഹിമ. ഉത്തരം മഹത്വം. അങ്ങനെ അവരുടെ ഐശ്വര്യം നശിക്കാതിരിക്കുകയും മഹത്വം ഡാഷ് തോറും നിലനിൽക്കുകയും ചെയ്യട്ടെ? ഓപ്ഷൻസ്: സന്തതികൾ തോറും, പിൻഗാമികൾ തോറും, തലമുറകൾ തോറും. ഉത്തരം തലമുറകൾ തോറും. എക്സ്പ്ലനേഷൻ വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് വിട്ടുപോയൊരു കാര്യം ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുകയാണ്. ഈ ഒരു വചനഭാഗം 45-ാം അധ്യായത്തിൽ, പ്രഭാഷകൻ 45-ാം അധ്യായത്തിൽ 26 വാക്യങ്ങളാണുള്ളത്. അതിൽ 23 തൊട്ട് 26 വരെയും ഫിനേഹാസ് എന്ന് പറയുന്ന ഹെഡിങ്ങിൻ്റെ കീഴിലാണ്. എങ്കിൽ പോലും 25, 26 വാക്യങ്ങൾ പ്രഭാഷകൻ ഫോക്കസ് ചെയ്തിരിക്കുന്നത് അഹറോനെയാണ്. അതാണ് 25-ാമത്തെ വാക്യത്തിൽ ദാവീദുമായിട്ട് അഹറോനെ കമ്പയർ ചെയ്യുന്നത് കാണാം. അവസാനത്തെ 26-ാമത്തെ വാക്യത്തിൽ വിഷയമാണ്, അഹറോന് വേണ്ടിയിട്ട് ആശംസ അറിയിക്കുകയാണ്. നിന്റെ ജ്ഞാനം എന്നും നിലനിൽക്കട്ടെ, നിന്റെ ഐശ്വര്യം നിന്റെ തലമുറകൾ തോറും ഉണ്ടാവട്ടെ എന്ന് അഹറോനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് പ്രഭാഷകൻ പറയുന്നത്. ഈവൺ അത് ഫിനേഹാസിൻ്റെ ഹെഡിങ്ങിന് കീഴിലാണെങ്കിൽ പോലും 25, 26 വാക്യങ്ങൾ അഹറോനെ കുറിച്ചിട്ടാണ്. എല്ലാവർക്കും വീഡിയോസ് യൂസ്ഫുൾ ആവുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം വീഡിയോസ് ലൈക്കും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വിലയേറിയ സജഷൻസ് കോമൻസ് ആയിട്ട് അറിയിക്കുകയും വേണം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.